vocabulary and grammar for academic writing. So in this module we need to study about the various types of sentences and the tenses and the wordiness and diversify in sentences, etc. The first one is completeness of a sentences. A sentence is a group of words arranged properly to make a sense. So ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൻ്റെ ഒരു ഇതിനെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡ്സ് വിത്ത് ഫുൾ സ്റ്റോപ്പ്. നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്. നമ്മൾ എപ്പോഴും സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലും ആൻഡ് ഇറ്റ് ഇസ് എൻഡ്സ് വിത്ത് full stop. Then sometimes some sentences ends with exclamation marks or question mark. A sentence contain a verb and a subject. നമ്മളെപ്പോഴും ഒരു സെൻറ്റൻസിൽ ഒരു വേർബും സബ്ജക്റ്റും ഉണ്ടായിരിക്കും. A clause contain a subject and predicate and it is the smallest grammatical unit that can be expressed a complete proposition. So clause എന്ന് പറയുന്നത് ഒരു smallest grammatical unit ആണ്. It includes subject and predicate. An independent clause or a group of words that can stand alone as an independent thought is a കംപ്ലീറ്റ് സെൻറ്റൻസ്. സോ ഇനി ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, നമുക്ക് രണ്ട് ടൈപ്പ് ക്ലോസാണ് ഇവിടെ പഠിക്കാനുള്ളത്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഡിപ്പെൻഡൻറ്റ് ക്ലോസും. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട് ഫ്രീ ആയി നിൽക്കുന്നത്, അതായത് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാലും മീനിങ് കിട്ടുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് എന്തായിരിക്കും? ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ മീനിങ് ഇല്ല, അത് ഇൻകംപ്ലീറ്റ് ആയി മാറുന്നു. അങ്ങനെ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ദാറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് തോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒറ്റയ്ക്ക് സ്വതന്ത്രമായി നിൽക്കുമ്പോഴും എന്താണ് അതിനൊരു മീനിങ് ഉണ്ടാവുന്നു, ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് അത് മാറുന്നു. വെറാസ് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഡസ് നോട്ട് മേക്ക് എ കംപ്ലീറ്റ് സെൻറ്റൻസ്. അപ്പോൾ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് സെൻറ്റൻസ് കിട്ടുന്നില്ല. ദെൻ വെറാസ് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഡു നോട്ട് മേക്ക് കംപ്ലീറ്റ് സെൻറ്റൻസ്, സോ ഇറ്റ് കാൺട്ട് സ്റ്റാൻഡ് അലോൺ. അതിനൊറ്റയ്ക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. ആൻഡ് ദ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഇസ് ഓൾസോ കോൾഡ് സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ്, ഒന്നിനെ നമ്മൾ സബോർഡിനേറ്റ് ചെയ്യുന്നു, അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസിനും കൂടി ഈ ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെ നമ്മൾ പറയുന്നുണ്ട്. ഇനി അതിനൊരു എക്സാമ്പിളാണ് പറയുന്നത്. നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയും ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെയും മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിളാണ് പറയുന്നത്. സരിത caught jaundice on her way to Mumbai. She suffered a lot and she recovered after a month. സോ ഈ സെൻറ്റൻസ് നോക്കുക, അതിൽ എത്ര സെൻറ്റൻസ് ഉണ്ടെന്ന് നോക്കുക. സരിത കോട്ട് ജോണ്ടിസ് ഓൺ ഹർ വേ ടു മുംബൈ. മുംബൈയിലോട്ടുള്ള യാത്രയിൽ സരിതയ്ക്ക് ജോണ്ടിസ് വന്നു. ഷി സഫേർഡ് എ ലോട്ട് ആൻഡ് ഷി റിക്കവേർഡ് ആഫ്റ്റർ എ മന്ത്. അപ്പോൾ 3 സെൻറ്റൻസ് ആണ് ഉള്ളത്. ഇനി നമ്മൾ ഈ 3 സെൻറ്റൻസിന് സെപ്പറേറ്റ് ആയത് എഴുതി നോക്കുക, അതിന് മീനിങ് വരുന്നുണ്ടോ. എലോണായിട്ട് നിന്ന് കഴിഞ്ഞാലും സെൻറ്റൻസ് കംപ്ലീറ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സരിത കോട്ട് ജോണ്ടിസ് ഓൺ ഹർ വേ ടു മുംബൈ, കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്. ഷീ സഫേർഡ് എ ലോട്ട്, ഓക്കെ ആണ്, സെൻറ്റൻസ് മീനിങ് ഉണ്ട്. ആൻഡ് ഷീ റിക്കവേർഡ് ആഫ്റ്റർ എ മന്ത്. സോ ഈ 3 സെൻറ്റൻസുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, 3 ഡിഫറെൻറ്റ് സെൻറ്റൻസും ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ആ സെൻറ്റൻസുകൾ കംപ്ലീറ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് നോക്കാം. ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ എഴുതിയിട്ടുള്ളത് വെൻ ഐ വാസ് അറ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സെൻറ്റൻസ് ആണ്. ഇപ്പോൾ ഈ വെൻ ഐ വാസ് അറ്റ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ആണ്. ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അതിന് വലിയ അർത്ഥങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. വെൻ ഐ വാസ് അറ്റ് സ്കൂൾ എന്ന് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരുന്നു നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. ഇനി അതിനുള്ള വേറൊരു എക്സാമ്പിളാണ് ബ്രിങ് യുവർ ഓൺ ബാഗേജ് വെൻ യു ഗോ ഷോപ്പിംഗ് ഇൻ ദ സൂപ്പർ മാർക്കറ്റ്. ബ്രിങ് യുവർ ഓൺ ബാഗേജ് when you go shopping in the market. So ഇവിടെ നോക്കുക, bring your own bag, bring your own baggage മീനിങ് ഫുൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആണ്, അത് അവിടെ നിന്ന് കഴിഞ്ഞാലും ഓക്കെ കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്. അതിൽ സബ്ജക്റ്റും വെർബും എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അതിലെന്തുണ്ട്,
പ്രെഡിക്കേറ്റും എല്ലാം ഉണ്ട്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കുക. വെൻ യു ഗോ ഷോപ്പിംഗ് ഇൻ ദ സൂപ്പർ മാർക്കറ്റ്. വെൻ യു ഗോ ഷോപ്പിംഗ് ഇൻ ദ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ആ സെൻറ്റൻസ് പൂർണ്ണമാവണമെങ്കിൽ എന്ത് ചെയ്യണം, മുന്നേ ഒരു സെൻറ്റൻസും കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇൻഡിപെൻഡൻറ്റ്, ബ്രിങ് യുവർ ഓൺ ബാഗ് എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റും, ദെൻ വെൻ യു ഗോ ഷോപ്പിംഗ് ഇൻ ദ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന സെൻറ്റൻസ് ഡിപ്പെൻഡൻറ്റും ആണ്. ഇനി നെക്സ്റ്റ് ആണ് സെൻറ്റൻസ് ടൈപ്പുകളാണ് പറയുന്നത്. ഡൈവേഴ്സിഫൈ സെൻറ്റൻസസ്, അതായത് ഏതൊക്കെ ടൈപ്പ് സെൻറ്റൻസുകളാണ് ഉള്ളത് എന്നൊക്കെയാണ് നെക്സ്റ്റ് ഉള്ളത്. അപ്പോൾ ദ ഫസ്റ്റ് വൺ, ഇപ്പോൾ നമ്മൾ ഇതിൽ കാണുമ്പോൾ സെൻറ്റൻസുകൾ ഏതൊക്കെയാണ്? സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ് ആൻഡ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. അപ്പോൾ ഈ സെൻറ്റൻസുകൾ ഇങ്ങനെ പോകും തോറും അതിൻ്റെ കട്ടി കൂടി വരുന്നതാണ് പറയുക, അതിൻ്റെ ഡിഫിക്കൽട്ടി കൂടി വരുന്നതാണ്. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് അതായത് സിമ്പിളായിട്ടൊരു സെൻറ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. അതായത് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ്, സാധാ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയാണ് നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അടുത്തത് കോമ്പൗണ്ട് സെൻറ്റൻസ് വിച്ച് ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ഓർ സിമ്പിൾ സെൻറ്റൻസ്. കോമ്പൗണ്ടാണ്, കോമ്പൗണ്ട്. അപ്പോൾ അതിലെന്താണ്? ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ്. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സിമ്പിൾ സെൻറ്റൻസസിനെയാണ്. അപ്പോൾ രണ്ട് സിമ്പിൾ സെൻറ്റൻസസ് ഓർ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കോംപ്ലക്സ്. അപ്പോൾ സിമ്പിൾ കഴിഞ്ഞു, കോമ്പൗണ്ട് കഴിഞ്ഞു, ഇനി കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് സെൻറ്റൻസ് വൺ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആൻഡ് വൺ ഓർ മോർ ഡിപെൻഡൻറ്റ് ക്ലോസ് കണക്റ്റഡ് ടു ഇറ്റ്. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് കഴിഞ്ഞ് കോംപ്ലക്സ് ആയപ്പോൾ വൺ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, അതായത് ഒരു സിമ്പിൾ സെൻറ്റൻസും അതിൻ്റെ കൂടെ ഒന്നോ അതിലധികമോ ഡിപ്പെൻഡൻറ്റ് ക്ലോസിൻ്റെ വേറൊരു പേര് എന്താണ്? സബോർഡിനേറ്റ് ക്ലോസ്. അതും കൂടി വരുന്നതിനെയാണ് നമ്മൾ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് കോമ്പൗണ്ട് കോംപ്ലക്സ്. അതായത് കോമ്പൗണ്ടിനെയും കോംപ്ലക്സിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് മീൻസ് ടു ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, അതായത് ഒന്നോ രണ്ടോ സെൻറ്റൻസുകൾ, സിമ്പിൾ സെൻറ്റൻസസും അതുപോലെ തന്നെ എന്താണ്? ഒന്നോ രണ്ടോ ഡിപ്പെൻഡൻറ്റ് ക്ലോസസും, വൺ ഓർ ടു ഡിപ്പെൻഡൻറ്റ് ക്ലോസസ്, അതായത് സബോർഡിനേറ്റ് സെൻറ്റൻസും കൂടിയിട്ടുള്ളതാണ് നമ്മുടെ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ആഡിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഇൻ ഡിഫറെൻറ്റ് ലെങ്ത് വിൽ അവോയ്ഡ് monotony. You have to be careful by using too long sentences. It is advisable to break it into 2 or 3 different small sentences. അപ്പം നമ്മളിങ്ങനെ ഇവിടെ ഉദ്ദേശിക്കുന്നത് വലിയ ലെങ്തി സെൻറ്റൻസസുകൾ എഴുതുന്നതിനെക്കാട്ടും നല്ലത് നമ്മളത് ചുരുക്കി ആ സെൻറ്റൻസിനെ നമുക്ക് ഒന്നോ രണ്ടോ സെൻറ്റൻസുകളായി ഡിവൈഡ് ചെയ്ത് എഴുതുന്നതാണ് നല്ലതെന്നാണ് ഇവിടെ ഇവർ പറയുന്നത്. കാരണം നമുക്ക് സെൻറ്റൻസുകൾ വലിപ്പം കൂടുന്തോറും നമുക്കത് വായിക്കാനും ബുദ്ധിമുട്ടാണ്. അറ്റ് ദ സെയിം ടൈം ചിലർക്ക് മീനിങ് മനസ്സിലാവണമെന്ന് ഇല്ല, ചിലർക്കത് ഒരു കൺഫ്യൂഷൻ പോലെ ഫീൽ ചെയ്യും. സോ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് just break it into 2 or 3 different small sentences. And also you have to avoid choppy sentences as it would make your writing repetitive. അപ്പോൾ ചോപ്പി സെൻറ്റൻസസും കൂടി ഒഴിവാക്കണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡൈവേഴ്സിഫൈ സെൻറ്റൻസസിൽ എത്ര ടൈപ്പ് സെൻറ്റൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. മെയിൻലി 4 ടൈപ്സ് ആണ്: സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് ആൻഡ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസസ്. The next one is fragments. ഫ്രാഗ്മെൻറ്റ്സ് മീൻസ് എന്താണ്? ചെറിയ ചെറിയ കഷ്ണങ്ങൾ, പീസസ് എന്നാണ് പറയുക. അപ്പോൾ പീസസ് ഓഫ് സെൻറ്റൻസസിനെയാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എ ഫ്രാഗ്മെൻറ്റ് ഈസ് എ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ഓർ ഡിസ്കണക്റ്റഡ് പീസ് ഓഫ് എ മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസിൽ നിന്ന് എന്താണ് ഡിസ്കണക്റ്റ് ചെയ്ത് പോയ സെൻറ്റൻസസുകളെയാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് യൂഷ്വലി ഹാപ്പൻസ് വെൻ എ സബ്ജക്റ്റ് ഓർ വേർബ് ഈസ് ആബ്സെൻറ്റ് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ വേർബ് ആബ്സെൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം? ഇറ്റ് ഈസ് ഫ്രാഗ്മെൻറ്റ്സ് നമുക്ക് വിളിക്കാം. യു ഹാവ് ടു ലിങ്ക് ദ സെയിം ടു ആൻ അഡ്ജോയിനിങ് സെൻറ്റൻസ് ടു കംപ്ലീറ്റ് ഇറ്റ്. നമുക്കത് ശരിയാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലിങ്ക് ദ സെയിം ടു ആൻ അഡ്ജോയിനിങ് സെൻറ്റൻസ് ടു കംപ്ലീറ്റ് ഇറ്റ്. അപ്പോൾ അതിൽ നമ്മൾ അഡ്ജോയിനിങ് സെൻറ്റൻസ് കൂടി ലിങ്ക് ചെയ്താൽ മാത്രമേ ഒരു ഫ്രാഗ്മെൻറ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ.
ഇൻ എ കോൺവെർസേഷൻ ഫ്രാഗ്മെൻറ്റ്സ് ആർ നെസസറി. നമ്മൾ കോൺവെർസേഷനിൽ എന്താണ് ഫ്രാഗ്മെൻറ്റ്സ് ആവശ്യമാണ്. പിന്നെ ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സൊക്കെ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ കട്ട് ചെയ്ത പോലത്തേക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ദർ ആർ നോട്ട് ആക്സെപ്റ്റബിൾ ഇൻ എ കോൺവെർസേഷൻ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക് റൈറ്റിങ്ങിലൊക്കെ നമ്മൾ ഫ്രാഗ്മെൻറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇൻഫോർമലായിട്ട് നമുക്ക് ഫ്രാഗ്മെൻറ്റ്സ് യൂസ് ചെയ്യാം, പക്ഷേ ഫോർമലായിട്ട് വരുമ്പോൾ നമ്മൾ ഫ്രാഗ്മെൻറ്റ്സ് യൂസ് ചെയ്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഹാവ് യു ഹാഡ് യുവർ ഫുഡ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കതിന് പകരം ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ എന്താണ് പറയുക, ഫുഡ് എന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് ഇടും, അപ്പുറത്തൊന്നുമില്ല. അപ്പോൾ അതൊരു ഫ്രാഗ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കത് ഫില്ല് ചെയ്യണം. അത് കറക്റ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ലിങ്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഹാവ് യു ഹാഡ് യുവർ ഫുഡ് അങ്ങനെ ചോദിക്കണം. ഇനി അതുപോലെ തന്നെ നമ്മൾ ചായ കുടിക്കുന്നതിന് എന്താണ്, നിനക്ക് ചായ വേണമെന്ന് നമ്മൾ നീട്ടി വലിച്ച് ചോദിക്കാറില്ല. നമ്മൾ ജസ്റ്റ് ടീ എന്നുള്ളൊരു ക്വസ്റ്റ്യനിലാണ് നമ്മൾ ചോദിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഫ്രാഗ്മെൻറ്റ്സിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വരുന്നത്. ഇത് യൂഷ്വലി ഹാപ്പൻ ചെയ്യുന്നത് ഈ ചാറ്റിലൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ നേരിട്ട് സംസാരിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ ഫോർമൽ റൈറ്റിങ്സിൽ ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. The next one is subject verb agreement. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തൊക്കെ വേണം, സബ്ജക്റ്റും വെർബും മസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. The most important aspect of a sentence is subject verb agreement. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. The basic rule is that they should agree in numbers. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് എടുക്കുമ്പോൾ അതിന് മാച്ചായ വെർബ് തന്നെ വേണം എടുക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ, എ സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് എ സിംഗുലർ വെർബ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. ആൻഡ് വൈൽ റൈറ്റിംഗ് എ സിമ്പിൾ സെൻറ്റൻസ് ഇറ്റ് ഈസ് ഈസി ടു അറേഞ്ച് ദ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ പ്ലൂറൽ വെർബ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ പറയാണ്, സിമ്പിൾ സെൻറ്റൻസസ് എഴുതുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് ഈസി ആയിരിക്കും. ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ വിത്ത് ദ കോമ്പൗണ്ട് സബ്ജക്ട്സ് ഓർ ഇൻഡിഫിനിറ്റ് പ്രോനൗൺസ് ഓർ കളക്റ്റീവ് നൗൺസ് ഓർ ഇൻവേർട്ടഡ് സബ്ജക്റ്റ്. അപ്പോൾ അത് നമ്മുടെ സെൻറ്റൻസസിന് ഇങ്ങനെ കോംപ്ലക്സ് ആവും തോറും, അല്ലെങ്കിൽ കോമ്പൗണ്ട് കോംപ്ലക്സ് ഒക്കെ ആവും തോറും നമുക്ക് ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഇത് പ്ലൂറലാണോ സിംഗുലർ ആണോ വെർബ് ഏതാണ് ഒക്കെ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്സ് പാലിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഇതിന് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന് ഉദാഹരണം ലൈക്ക് സം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കൺഫ്യൂഷനായി, ഇതിപ്പോൾ ഏത് ഇതിൽ പെടുത്തും എന്നുള്ളൊരു കൺഫ്യൂഷൻ. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് സബ്ജക്ട്സ് മീൻസ് ഹൗ ആർ ദ സ്റ്റുഡൻസ് റെസ്പോണ്ടിങ് ടു ദ അസൈൻമെൻറ്റ്. അപ്പോൾ ഇതിൽ ഏത് വെർബ് യൂസ് ചെയ്യും, ഏതാണ് സബ്ജക്റ്റ്, അങ്ങനെയൊക്കെ വന്നിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ കളക്റ്റീവ് നൗൺസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജൂറി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളാണോ അതോ 2-3 പേരാണോ, ആകെ കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ റിയാലിറ്റി ഷോയിലൊക്കെ നമ്മൾ ജൂറി എന്ന് പറയുമ്പോൾ അത് ഒരു ആളാണോ 2 ആളാണോ നമുക്ക് കൺഫ്യൂഷൻ വരുന്നു. അതുപോലെ തന്നെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ടീമാണല്ലോ, അപ്പോൾ സിംഗുലർ ആയതുകൊണ്ട് ടീം ഒന്നല്ലേ, അപ്പോൾ സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അതൊരു ടീമിൽ കുറേ ആൾക്കാരുള്ളതല്ലേ, അപ്പോൾ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് കൺഫ്യൂഷനായിട്ട് വരുന്നു. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസുകളാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്യാം. The next one is consistent use of tenses. Consistent use of tenses means നമ്മളൊരു കാര്യം എഴുതുകയാണെങ്കിൽ നമ്മളതിൽ ഒരു ടെൻസ് മാത്രം ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്റ്റോറി നമ്മളോട് എഴുതാൻ പറയുകയാണെങ്കിൽ നമ്മളത് ഇപ്പോൾ നടക്കുന്ന സ്റ്റോറി ആണെങ്കിൽ വി ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഇൻ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പാസ്റ്റ് കുത്തിക്കയറ്റാനായിട്ട് പാടില്ല. ഇനി ഫോർ എക്സാമ്പിൾ ആ സ്റ്റോറിയിൽ അവർക്ക് പാസ്റ്റിലോട്ട് പോകുന്ന ഒരു ഭാഗമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ യൂസ് പാസ്റ്റ് ടെൻസ്. ആൻഡ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ് ഹാസ് ടു ബി പ്രസൻറ്റഡ് വിത്ത് എ സിഗ്നൽ വേർഡ് ഓർ ഫ്രേസ്. നമ്മളതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിഗ്നൽസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം നമ്മൾ എല്ലാ ടെൻസും കൂടി മിക്സ് ചെയ്തിട്ടാണ് എഴുതുന്നതെങ്കിൽ
ഇറ്റ് ഈസ് കൺസിഡേർഡ് ഇൻപെർഫെക്ഷൻ ഇൻ യുവർ റൈറ്റിംഗ്. നമ്മുടെ റൈറ്റിങ്ങിൽ പെർഫെക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. സോ ഓൾവേസ് ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് ദ ടെൻസസ് കൺസിസ്റ്റ് ഇൻ യുവർ ഫോർമൽ റൈറ്റിംഗ്. ഇറ്റ് ആഡ്സ് ദ റീഡബിലിറ്റി ഓഫ് എ ടെക്സ്റ്റ്. അപ്പോൾ ഒരു ടെൻസ് തന്നെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വായിച്ചു പോകാനും മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. ഇൻകൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് ടെൻസസ് ഇൻ സജസ്റ്റീവ് ഓഫ് പുവർ റൈറ്റിംഗ് സ്കിൽ ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. അപ്പോൾ നമ്മൾ ഇൻകൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് ടെൻസസ് ആണ്. ഒരു ലൈൻ പാസ്റ്റിൽ എഴുതി, അടുത്ത പ്രസൻറ്റിൽ എഴുതി, അടുത്ത ഫ്യൂച്ചറിൽ എഴുതി. അപ്പോൾ ഏതാണെന്ന് അവർക്ക് ഉറപ്പില്ലാത്തൊരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ഈ ഇൻകൺസിസ്റ്റൻസി എന്തിനു വഴിയൊരുക്കുന്നു? അവർ പുവർ റൈറ്റിംഗ് സ്കിൽസ് ആണ് കാണിക്കുന്നത്. ഷിഫ്റ്റിംഗ് ടെൻസസ് ഈസ് അലൗഡ് if the time frame of your subject matter changes and it has to be presented with a signal word or phrase including change of time frame. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ എഴുതുന്ന ആ റൈറ്റിങ്ങിൽ അങ്ങനെ ഒരു ടൈം ഫ്രെയിം മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട്, ഫ്യൂച്ചറിനെ കുറിച്ച് പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ യൂസ് ദാറ്റ് ടെൻസസ്. പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്യണം, എന്താണ്? ഇറ്റ് ഹാസ് ടു ബി പ്രസൻറ്റഡ് വിത്ത് സിഗ്നൽ വേർഡ്സ് ഓഫ് ഫ്രേസസ്. നമ്മളത് ഒന്ന് അവർക്ക് പറയണം. അത് നമ്മളങ്ങനെ ടെൻസിലോട്ട് മാറുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഹിൻറ്റ് നമ്മളവിടെ കൊടുത്തിരിക്കണം. ദെൻ for narrative types of writing, consistent use of past tenses is appropriate, while present tense is preferred when you're writing an analysis of some writers and their works. നരേറ്റീവ് റൈറ്റിങ്സ് ആണ്. നമ്മളൊരു സ്റ്റോറീനെ, നമ്മൾ കേട്ട ഒരു സ്റ്റോറീനെ കുറിച്ചിട്ടാണ് നമ്മൾ നരേറ്റീവ് റൈറ്റിങ്സിൽ മിക്കപ്പോഴും എഴുതാറ്, അല്ലെങ്കിൽ കേട്ട ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വി ജസ്റ്റ് യൂസ് പാസ്റ്റ് ടെൻസ്. നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യായിരിക്കും നല്ലത്. ആൻഡ് നമ്മൾക്ക് ഒരു അനലൈസ് ചെയ്യാൻ തന്നിരിക്കുകയാണ്. ഒരു വർക്കിനെ അനലൈസ് ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ അപ്പോൾ പ്രസൻറ്റിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ വി ക്യാൻ യൂസ് പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻകൺസിസ്റ്റൻസിയിൽ വരുന്ന, കൺസിസ്റ്റൻറ്റ് ടെൻസിൽ വരുന്ന കാര്യങ്ങൾ. ഇൻകൺസിസ്റ്റൻസി പാടില്ല, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് നമ്മൾ ഒരു ടെൻസാണ് എഴുതുന്നതെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുക. ഇനി ടൈം ഫ്രെയിം അങ്ങനെ ഇപ്പോൾ മാറുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ടെൻസസ് മാറ്റാം. ദ നെക്സ്റ്റ് വൺ ഈസ് പാരലലിസം. പാരലലിസം മീൻസ് നമ്മൾ ഒരു വേർഡ് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനോട് സാമ്യമുള്ള മറ്റൊരു വേർഡും കൂടി വെച്ച് ആ സെൻറ്റൻസിനെ പൊലിപ്പിക്കുക. അതായത് ആ സെൻറ്റൻസ് കുറച്ചും കൂടി വായിക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുള്ളതാക്കി മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇവിടെ പാരലലിസം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. സോ പാരലലിസം ഇസ് എ യൂസ് ഓഫ് components in a sentence that are grammatically same തന്നെയാണ്, or similar in the construction, sounds and meaning. നമ്മൾ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി നമുക്ക് എഴുതുന്നതിൻ്റെ കൂടെ മിക്കവാറും ആഡ്വേർബ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് ഒക്കെയാണ് നമ്മളങ്ങനെ എഴുതാറ്. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ കൂടെ തന്നെ 2-3 അഡ്ജക്റ്റീവ്സൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു. മീനിങ് നോക്കുമ്പോഴും കുഴപ്പമില്ല, സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. Because of the repetition of the idea is conveyed deeply and properly, and also it adds the flow of the text. അപ്പോൾ അത് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റിന് ഒരു ഫ്ലോ കിട്ടാനും കൂടി സഹായിക്കുന്നു. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ പോയം ഈസ് ലിറിക്കൽ, ലോങ്, ഇൻട്രസ്റ്റിംഗ് ആൻഡ് മീനിങ്. ലിറിക്കൽ എന്ന് പറഞ്ഞാലും അതിൽ ലോങ് എന്ന് പറഞ്ഞാലും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ മീനിങ് എന്ന് പറഞ്ഞാലും അതെല്ലാം അഡ്ജക്റ്റീവാണ്. ഒരു പോയത്തിനെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വെച്ചാലും മതി. പക്ഷെ നമ്മളത് എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള റിപ്പീറ്റേഷൻ ഓഫ് ഐഡിയാസ് വെച്ചിട്ട് ആ സെൻറ്റൻസിനെ കുറച്ചും കൂടി പ്രോപ്പറായിട്ട് നമ്മൾ കൺവേ ചെയ്യാനായിട്ട് നോക്കുന്നു. അപ്പോൾ ഇറ്റ് വിൽ ഇംപ്രൂവ് ദ റീഡബിലിറ്റി ഓഫ് യുവർ വർക്ക്. നമ്മുടെ വർക്കിൻ്റെ റീഡബിലിറ്റിക്ക് കൂട്ടാനായിട്ട് സഹായിക്കുന്നു. പാരലലിസം ഇസ് എ സ്റ്റൈലിസ്റ്റിക് ഫീച്ചർ ഇൻ റൈറ്റിംഗ് വേർ ideas are presented using grammatically similar or structurally identical words and expressions. സോ അങ്ങനെയുള്ള ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് എഴുതാനായിട്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കിരൺ വർക്ക്ഡ് enthusiastically, consistently and evenly. അപ്പോൾ ഇത് ആഡ്വേർബ്സ് ആണ്. കിരൺ നന്നായി വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ബാക്കിയുള്ള ആഡ്വേർബ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു റീഡബിലിറ്റിയും ആ കിരണിനോടുള്ളൊരു മതിപ്പ് കൂട്ടാനും കൂടി അത് സഹായിക്കുന്നു. Parallelism is not an issue with single sentences alone. It applies to the totality of your academic work. It brings logical ordering and the vocabulary, sentence and paragraph levels. അപ്പോൾ നമുക്ക് ഈ പാരലലിസം എന്ന് പറഞ്ഞത് ഒരു സെൻറ്റൻസിൻ്റെ കാര്യത്തിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല. നമ്മൾ ഈ പാരലലിസം നമ്മളൊരു വേർഡിൽ യൂസ് ചെയ്താലും അതൊരു എൻ്റെ വർക്കിനെയും കൂടി
നന്നാക്കുന്ന തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, നന്നാക്കുന്ന തരത്തിലാണ് അത് ആ പാരലിസം ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ പോർട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സെൻറ്റൻസ് അല്ലെങ്കിൽ പാരഗ്രാഫ് അതിലൊക്കെ ഇങ്ങനെ പാരലിസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന എന്താണ്, അത്രയും വൊക്കാബുലറി നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഈ വൊക്കാബുലറിയുടെ അറിവ് നമുക്കുണ്ട്. അപ്പോൾ ഹൈലി ഫ്രീക്വൻസി ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ അറിയുമെങ്കിൽ നമ്മുടെ അക്കാദമിക് റൈറ്റിങ്ങിൽ അത് നമുക്കൊരു പോസിറ്റീവ് മാർക്ക് വരാനായിട്ട് സഹായകമാകും. അപ്പോൾ ഇതാണ് പാരലിസം. ഇനി നെക്സ്റ്റ് വൺ ഈസ് വേർഡിനെസ്. വേർഡിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിച്ചു നീട്ടി എഴുതുന്നതിനെയാണ് നമ്മൾ വേർഡിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രേവിറ്റി ഇസ് ദ സോൾ. ബ്രേവിറ്റി മീൻസ് എന്താണ്, വലിച്ചു നീട്ടാണ്ട് ചുരുക്കി എഴുതാണ് നല്ലതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വേർഡ്നെസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ മിസ്റ്റേക്സ് ഇൻ അക്കാദമിക് റൈറ്റിംഗ്. നമ്മൾ അക്കാദമിക് റൈറ്റിങ്ങിൽ എഴുതുമ്പോഴുള്ള കോമൺ മിസ്റ്റേക്ക് വേർഡ്നെസ് ആണ്. പാരലലിസം വേർഡ്നെസ്സും രണ്ടാണ്. പാരലലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സെൻറ്റൻസിനെ കുറച്ചുകൂടി ഭംഗിയാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ വേർഡ്നെസ് അതല്ല. വേർഡ്നെസ് ഇങ്ങനെ പറഞ്ഞത് തന്നെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ് വേർഡ്നെസ്. In formal writing, wordness refers to the imperfection caused by the use of more words than the meaning demands. നമ്മുടെ മീനിങ് ഡിമാൻഡ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ വേർഡ്സ് നമ്മളിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ വരുന്ന ഇംപെർഫെക്ഷൻസിനെയാണ് നമ്മൾ വേർഡ്നെസ് എന്ന് പറയുന്നത്. വേർഡ്നെസ് ഈസ് വൺ ഓഫ് ദി ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ ബാരിയറാണ് വേർഡ്നെസ് എന്ന് പറയുന്നത്. ഇനി അതിൽ വരുന്നൊരു ടേമാണ് വെർബൽ ഗാർബേജ്. വെർബൽ ഗാർബേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അൺനെസസറി യൂസ് ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസസിനെയാണ് നമ്മൾ വെർബൽ ഗാർബേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഗാർബേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ്ങിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഹൗ ടു എലിമിനേറ്റ് വേർഡിനെസ്. എങ്ങനെ നമുക്ക് ഈ വേർഡ്നെസ് ഇങ്ങനെ ഈ വലിച്ചു വാരി എഴുതി പുളഞ്ഞ് എഴുതി ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്നതോ അതുപോലെ തന്നെ അക്കാദമിക് റൈറ്റിംഗിൽ ഇംപെർഫെക്ഷൻസ് വരുത്തുന്നതും മാറ്റാം എന്നാണ് നെക്സ്റ്റ്. യു ക്യാൻ എലിമിനേറ്റ് വേർഡ്നെസ് വൈൽ റിവൈസിങ് ആൻഡ് എഡിറ്റിംഗ് യുവർ വർക്ക്. ഇറ്റ് ഈസ് ബെറ്റർ ടു മേക്ക് അനദർ പേഴ്സൺ റീഡ് യുവർ വർക്ക് ടു ട്രേസ് ഔട്ട് ദ എറേഴ്സ്. അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലൂടെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ എഴുതിയ കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നതിനിടയിലായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഐഡിയ വരുന്നത്, ഈ വാക്കിന് പകരം നമുക്ക് മറ്റൊരു വാക്ക് യൂസ് ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ വലിച്ചു വാരി എഴുതിയ സെൻറ്റൻസ് കട്ട് ചെയ്ത് സിമ്പിൾ സെൻറ്റൻസ് ആക്കി മാറ്റാൻ നമുക്ക് സഹായകമാകും. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് മറ്റൊരാളെ കൊണ്ട് വായിപ്പിക്കുന്നതും നല്ലതാണ്. അപ്പോൾ അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ ഈ വേർഡിന് പകരം വേറൊരു വേർഡ് എഴുതാനായിട്ടുള്ള ഐഡിയ കിട്ടുന്നു. അപ്പോൾ ആ വേർഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, യൂസ് സിംഗിൾ വേർഡ്സ് ഇൻ എ പ്ലേസ് ഓഫ് ലോങ് ഫ്രേസസ്. ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി അങ്ങനെയുള്ളൊരു വേർഡ് നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന് വയ്ക്കുക. ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് നിയർ. നമുക്ക് നിയറിന് എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഈസ് അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് അങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് ജസ്റ്റ് എന്ത് എഴുതാം, നോസ് എന്ന് എഴുതാം. ഈസ് അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ലൈക്ക് നോസ്, ഹി നോസ് എന്ന് പറയാം. അതിന് ഹീ ഈസ് അവെയർ ഓഫ് ദി ഫാക്ട് ദാറ്റ് എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് ഹി നോസ് എന്ന് പറയുന്നതായിരിക്കും. ദെൻ ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് എന്ന് പറയുന്നതിനായിട്ട് എളുപ്പം എന്താണ്, ബിക്കോസ്. അതാണ് എളുപ്പം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് വേർഡ്നെസ്. നമ്മൾ നീട്ടി പരത്തി എഴുതുക. In order to improve the quality of your work, use the language of your display. ക്വാളിറ്റി കൂട്ടാനായിട്ട് നമ്മളെപ്പോഴും ഏത് ലാംഗ്വേജിലാണോ നമ്മൾക്ക് കഴിവുള്ളത് ആ ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് കഴിവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൽ എഴുതണം. നിങ്ങൾക്ക് മലയാളത്തിലാണ് കഴിവെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ എഴുതണം. ഇനി നെക്സ്റ്റ് വൺ, റീപ്ലേസ് സ്റ്റോക്ക് ഫ്രേസസ് വിത്ത് വൺ വേർഡ് ഇക്വാലൻസ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഈസ് അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് എന്നുള്ളതിന് നോസ് എന്ന് വെച്ച മാതിരി നമ്മളങ്ങനെ വലുതാക്കി എഴുതണ്ട എന്നുള്ളൊരു അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഫോർ എക്സാമ്പിൾ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, അവോയ്ഡ് റിഡണ്ടൻറ്റ് എക്സ്പ്രഷൻസ്. ദെൻ അവോയ്ഡ് സെൻറ്റൻസ് ഓപ്പണേഴ്സ് ലൈക്ക് ഇറ്റ്, ദർ ഈസ്,
എക്സെട്ര. നമ്മൾ ഇറ്റ്, ദർ ഈസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ ദേർ ആർ അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്, ആവശ്യമില്ലാണ്ട് നമ്മൾക്ക് കൺഫ്യൂഷൻ ആവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നമ്മളൊരു സെൻറ്റൻസ് ഇപ്പോൾ ഇങ്ങനെ എഴുതി വരികയാണ്, ഒരാളുടെ പേര് വെച്ചിട്ട് നമ്മളിങ്ങനെ എഴുതി വന്ന് ലാസ്റ്റ് എപ്പോഴും ഹി എന്ന് മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ അവസാനം ആ പേര് മറന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ കൺഫ്യൂഷനാകും, ഇത് ആരെന്നെ കുറിച്ചിട്ടാണ് പറയുന്നത്. രണ്ടാൾ ഇടയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന പാരഗ്രാഫിൽ 2 ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമ്മൾ രണ്ടിനെയും ഹി എന്ന് വെച്ച് എഴുതി കഴിഞ്ഞാൽ ആരാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരുന്നതാണ്. സോ അങ്ങനെയുള്ളത് നമ്മൾ ഒഴിവാക്കണം. അവോയ്ഡ് വീക്ക് ആൻഡ് വേർഡി വേർബ്സ്. നമ്മൾ വീക്കായിട്ടുള്ള വേർബ്സ് അതുപോലെ തന്നെ വേർഡി വേർബ്സൊക്കെ നമ്മൾ കളയണം. ലൈക്ക് കം ടു എ കൺക്ലൂഷൻ ആൻഡ് മേക്ക് എ ഡിസിഷൻ, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. കം ടു എ കൺക്ലൂഷൻ, അതിന് നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് എന്ന് പറയാം. ദെൻ മേക്ക് എ ഡിസിഷൻ എന്നുള്ളതിന് ഡിസൈഡ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അർത്ഥം വേർഡിൻ്റെ മീനിങ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് ആ വേർഡ് തന്നെ എഴുതുകയായിരിക്കും നല്ലത്. ദെൻ നെക്സ്റ്റ്, eliminate the unnecessary qualifiers and intensifiers. Then reduce the use of that and which. that and which എന്നൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് പ്രശ്നമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ദാറ്റ് ഈസ് ദ ബോയ് ഐ സോ യെസ്റ്റർഡേ. അപ്പോൾ ദാറ്റ് ഈസ് ദ ബോയ് ഐ സോ യെസ്റ്റർഡേ എന്നൊക്കെ പറയുമ്പോൾ ആവശ്യമില്ലാത്ത റിലേറ്റീവ് പ്രൊനൗൺസ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് ദ ബോയ് ഹൂം ഐ സോ യെസ്റ്റർഡേ എന്നുള്ളൊരു വാചകത്തിനെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇനി ബാക്കിയുള്ള എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ദെൻ എലിമിനേറ്റ് അൺനെസസറി ക്വാളിഫയേഴ്സ് ആൻഡ് ഇൻറ്റൻസിഫയേഴ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത് വെരി, ക്വൈറ്റ്, ജസ്റ്റ്, മച്ച് എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒഴിവാക്കാം, അങ്ങനെയുള്ള വേർഡ്സ് എല്ലാം. അവോയ്ഡ് വേർഡ്സ് ലൈക്ക് വെരി, ക്വൈറ്റ് ആൻഡ് ജസ്റ്റ്. ദെൻ സിംപ്ലിഫൈ യുവർ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്. നമ്മൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യാം. അതായത് നമ്മൾ സിമ്പിൾ സെൻറ്റൻസസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് എളുപ്പം ഉണ്ടായിരിക്കും. ഇനി ജസ്റ്റ് പറയുന്നത് വർക്ക് ഇൻ പെയർസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഫോളോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. അറ്റ് ഓൾ ടൈംസ് അതിന് നമുക്ക് ഇങ്ങനെ പറയാം, ഓൾവേസ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ്, അറ്റ് ദ പ്രസൻറ്റ് ടൈം എന്നുള്ളതിന് ഏറ്റവും ബെസ്റ്റ് വേർഡാണ് നൗ. അങ്ങനെ പറഞ്ഞാൽ മതി, നൗ എന്ന് പറഞ്ഞാൽ മതി. ബി ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് എന്ന് പറഞ്ഞ് വളഞ്ഞു പിടിക്കുന്നതിന് പകരം just say think, I think that എന്ന് പറഞ്ഞാൽ മതി. Then next, during the time that അതിനെന്ത് യൂസ് ചെയ്യാം, while എന്ന് യൂസ് ചെയ്യാം. ഇനി for the purpose of എന്നുള്ളതിന് പകരം നമുക്ക് to എന്നുള്ളത് യൂസ് ചെയ്യാം, to. നെക്സ്റ്റ്, has the ability to അതിനുള്ള ബെസ്റ്റ് വേർഡാണ് can, I can എന്ന് പറഞ്ഞാൽ മതി. അല്ലാണ്ട് ഹാസ് ദ എബിലിറ്റി ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഷീ ക്യാൻ എന്ന് പറഞ്ഞാൽ മതി. അതിന് പകരം ഷീ ഹാസ് ദ എബിലിറ്റി ടു ഡു എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല, ഷീ ക്യാൻ ഡു എന്ന് പറഞ്ഞാലും മതി. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, വേർഡ്നെസ് ഒഴിവാക്കണം. അതായത് വലിച്ചു വാരി പറയുന്നത് നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വൊക്കാബുലറി അതുപോലെ തന്നെ ഗ്രാമർ എന്നുള്ള ഭാഗത്തുനിന്ന് വരുന്നത്. സെൻറ്റൻസ് ടൈപ്പുകളുണ്ട്, സിമ്പിള്, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോംപ്ലക്സ് സെൻറ്റൻസ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ പാരലലിസം, പിന്നെ ഫ്രാഗ്മെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം. പിന്നെ കൺസിസ്റ്റൻസി ഓഫ് ടെൻസസ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.